നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ കുടുംബത്തിൽ ദാനമായി അന്നദാനവുമായി ഞങ്ങളുടെ സഹോദരനെ പ്രാർത്ഥിച്ചതുപോലെ അനേകം ഇങ്ങനെയുള്ളതായ അവർക്ക് ദാനമായി കൊടുത്ത ഈ പൈതലിനായിട്ട് ഈ പൈതലിനെ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ മറവേൽപ്പിക്കുന്നു. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുകയും അവരെ തടുക്കരുത് സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ നാട് അരുളി ചെയ്ത കർത്താവ്. ഈ പിഞ്ചു പൈതലിനെ പ്രാർത്ഥിച്ച് അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. ഈ പിഞ്ചു പൈതൽ പാലായിട്ട് പിടിക്കപ്പെട്ടു ആരോഗ്യത്തോടെ ദൈവകൃപയോടെ വളർന്നു വരുവാൻ കർത്താവിടിയാക്കുമാറാണോ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പൈതലിനെ ബാലശിക്ഷയിലും ഭക്തിയോപദേശത്തിലും വളർത്തിയെടുക്കുവാൻ ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാൻ കർത്താവ് ഹല്ലേലൂയ പ്രിയ മാതാപിതാക്കൾക്ക് സഹായിക്കുമെന്നാകണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. ഹല്ലേലൂയ. ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അങ്ങയെ കുറിച്ച് കർത്താവിനോട് വായിക്കുന്നത് പോലെ ഈ പിഞ്ചു പൈതലിന്റെ മേലും അങ്ങയുടെ കൃപയുണ്ടാകുമാറാകണമേ. ഹല്ലേലൂയ. അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ. ഈ കുഞ്ഞ് വളർന്ന് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവളായി തീരുവാൻ കർത്താവിൽ പ്രസിദ്ധിയായി തീരുവാൻ കർത്താവ് ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവളായി സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള അനേക സ്ത്രീകളെ പോലെ കർത്താവേ, ഹല്ലേലൂയ, ഇവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി ബലമുള്ള കരത്തിൽ കർത്താവേ, ജസ്റ്റിന, എൽസ, എബ്രഹാം എന്നറിയപ്പെടുന്ന ഈ പൈതലിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ പിഞ്ചു പൈതലിനെ ദൈവകൃപയിൽ വളർത്തുവാൻ നിങ്ങളുടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തിരികെ എത്തിക്കും. ഈ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാമത്തിൽ